വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായ ബെർലിൻ കുഞ്ഞനന്ദൻ നായരാണ് വർത്തമാനത്തിലെ ഇന്നത്തെ അതിഥി. വർത്തമാനത്തിലേക്ക് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ബെർലിൻ, വർത്തമാനത്തിലേക്ക് സ്വാഗതം. ടി പി ചന്ദ്രശേഖരൻ്റെ ദാരുണമായ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. ഈ അരുൺ കൊലയ്ക്ക് പിന്നിൽ ആരാണ്? എന്താണ് താങ്കളുടെ സംശയം? ഈ അരുൺ കൊലയ്ക്ക് പിന്നിൽ കണ്ണൂർ ലോബി എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെയാണ് കണ്ണൂർ ലോബി എന്ന് വിളിക്കുന്നത്. ആ ലോബിയാണെന്ന് എത്രയോ തെളിവുകൾ വെച്ചുകൊണ്ട് എനിക്ക് സ്ഥിരീകരിക്കുവാൻ കഴിയും. കണ്ണൂർ ലോബിയാണ് ചന്ദ്രശേഖരനെ വധിച്ചത്. കണ്ണൂർ ലോബിയുടെ ഇന്നത്തെ നേതാവ് പി ജയരാജനാണ്. കോഴിക്കോട്ടെ പാർട്ടിയുടെ സെക്രട്ടറി രാമകൃഷ്ണനും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അറിയാതെ കണ്ട് ഇതൊരിക്കലും നടക്കുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യുന്നതുകൊണ്ട് എന്താണ് അവർ നേടുന്നത് ഈ പ്രസ്ഥാനം? ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്താൽ ഒഞ്ചിയം എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രത്തിലേക്ക് അവർക്ക് വീണ്ടും പ്രവേശനം ലഭിക്കും. ഒന്ന്, ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്താൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി ജയരാജൻ്റെ സഹോദരിയായിട്ടുള്ള സതീദേവിയുടെ വിജയം ഉറപ്പാക്കുവാൻ കഴിയും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സതീദേവി തോറ്റുപോയത് ചന്ദ്രശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായി നിന്ന് 25,000-ഓളം വോട്ടുകൾ പിടിച്ചത് കൊണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിച്ചതുകൊണ്ട്. അപ്പോൾ ഇത് ദീർഘകാല ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ കാലമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ്, ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. ഇതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, കുടുംബപരമായ ഒരു ലക്ഷ്യമുണ്ട്. ഇതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അപമാനം വരുത്തി വെച്ചിട്ടുള്ളതായ ഒരു കൊലപാതകമാണിത്. ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ട് കേരളത്തിൻ്റെ മനസാക്ഷി ഉണർന്നു വന്നുവെങ്കിലും ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് നേതാവ് പോലും ഒരു തുള്ളി കണ്ണീരുറ്റിക്കുവാൻ വേണ്ടി ചന്ദ്രശേഖരൻ്റെ മൃതദേഹം കിടത്തിയ കോഴിക്കോട് ടൗൺ ഹാളിലോ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടന്ന ഒഞ്ചിയത്തെ വീട്ടിലോ എത്തിയില്ല എന്നുള്ളതും ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ കേരള നേതൃത്വത്തിന് അറിയാവുന്ന ചിലരാണെന്ന് ഉറപ്പാണ്. അല്ല, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ, ആ രീതിയിലുള്ളതേ അല്ല ഇത്. അത് ഒരു നമ്മുടെ പുരാണത്തിലെ ഒരു ഇപ്പൊ വേണമെങ്കിൽ പറയാം, ചത്തത് സഖാവ് ചന്ദ്രശേഖരനാണെങ്കിൽ കൊന്നത് കണ്ണൂർ ലോബിയാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് തിരിച്ചു പറയാം. അത്രയ്ക്കും വ്യക്തമായ തെളിവുകൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. മൊബൈൽ ഫോണുകൾ പരിശോധിച്ചാൽ കിട്ടും. അതെല്ലാം പത്രങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കൊലപാതകത്തിന് ഉപേക്ഷിച്ച കാർ ഉപേക്ഷിച്ചത് തന്നെ പാർട്ടിയുടെ ശുക്ലി എന്ന പ്രദേശത്താണ്. അതുമാത്രമല്ല, ഈ കൊലപാതകം പ്ലാൻ ചെയ്തത്
കഴിഞ്ഞ മാസം 22-ാം തീയതി നടന്ന ഒരു കല്യാണ ചടങ്ങിൽ വെച്ചാണ് ഇന്നും ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ജയിലിൽ നിന്ന് വിമോചിതരായിട്ടുള്ള പെരോളിൽ ഇറങ്ങിയിട്ടുള്ള കുലപ്പുള്ളികൾ, തടവുകാർ, അവരെ പെരോളിൽ ഇറക്കിയതും ഈ ലക്ഷ്യത്തിനാണെന്ന് വന്നിട്ടുണ്ട്. പെരോളിൽ ഇറക്കാൻ ഇപ്പോൾ വളരെ വളരെ പ്രബലനായിട്ടുള്ളൊരു ആഭ്യന്തരമന്ത്രി ഉള്ള കാലം മുതലേ ഇവരെല്ലാം പെരോളിൽ ഇറക്കുന്നുണ്ട്. പെരോളിൽ ഇറക്കൽ മാത്രമല്ല, കൊലക്കുറ്റത്തിലൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ട് കിടക്കുന്നതായ ആളുകൾ രാത്രിയിൽ മദ്യപിക്കുന്നതിന് വേണ്ടി ഇറക്കിക്കൊണ്ടുവന്ന് വിക്ടോറിയ ബാറിലും കണ്ണൂരിലുള്ള മസ്കറ്റിലൊക്കെ കൊണ്ടുപോയി ഷാപ്പാടും കള്ളും ഒക്കെ കുടിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോയിരുന്നുണ്ട്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ. അതേപോലെ ഇവിടെ കണ്ണൂർ ജയിലിൽ നടന്നിട്ടുണ്ട്, എനിക്കറിയാം. അതെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലത്ത് എന്ത് നടന്നാലും അത് ചോദിക്കാനാണ് സ്ഥിതി വന്നിട്ടുണ്ട്. ആ സ്ഥിതി മാറ്റി ഇന്ന് അന്വേഷണം രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടുപോകുകയും ഗൂഢാലോചന കൊലപാതകത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഗൂഢാലോചന നടത്തിയതിൻ്റെ ആളുകളെ ഇൻ്ററോഗേറ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം. വേണമെങ്കിൽ ലൈവ് ഡിറ്റക്ടർ ടെസ്റ്റ് നടത്തി, നുണ ടെസ്റ്റ് ഉണ്ടല്ലോ, അത് നടത്തിയെങ്കിലും എന്നാൽ മാത്രമേ ഇത് തെളിയിക്കാൻ പോകുന്നുള്ളൂ. അത് തെളിയിച്ചിട്ടില്ലെങ്കിൽ ഈ കളങ്കം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നാശത്തിന്, CPM-ന്റെ നാശത്തിന് വഴിവെക്കും. പലപ്പോഴും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകരെ തന്നെയാണ് അതെ മുമ്പൊക്കെ പ്രതികളാക്കാറ്, പാർട്ടി തന്നെ കൊടുക്കുകയാണ് കുറച്ച് പേരെ, കുറച്ച് സഖാക്കൾ. അതുണ്ട്. അത് മാത്രമല്ല, മുമ്പൊക്കെ ഈ കൊലപാതകത്തിന് പാർട്ടി പ്രവർത്തകരെ കിട്ടും. ഇപ്പോൾ അവർക്ക് മനസ്സിലായി രാഷ്ട്രീയ കൊലപാതകം പാർട്ടിയുടെ പരിപാടിയല്ല എന്ന്. അങ്ങനെ ബോധവാന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ കൊലക്ക് തയ്യാറാവുന്നില്ല, കത്തിയെടുത്ത് കുത്താൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കൊട്ടേഷൻ സംഘങ്ങളെ വിലക്കെടുക്കുന്നത്. കൊട്ടേഷൻ സംഘങ്ങളെ വാടകക്കെടുത്ത് 35 ലക്ഷമാണ് ഈ കൊലപാതകത്തിനുള്ള കൊട്ടേഷൻ സംഘത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരന്റെ വില 35 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ ചോരക്കുള്ള വില CPM കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ പ്രദേശത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അദ്ദേഹം കോടാനുകോടി സ്വത്തിൻ്റെ മൂല്യത്തിന് സമമായിട്ടുള്ള ഒരു വിപ്ലവ പ്രതീകമാണ്. മറ്റൊന്ന്, മുമ്പൊക്കെ ആണെങ്കിൽ ഒരു കൊലക്കേസ് നടന്നാൽ യഥാർത്ഥ കൊലയാളികളെ ഒന്നും പിടിക്കപ്പെടുന്നില്ല, കുറച്ച് ആളുകളെ പകരം വയ്ക്കും. അതിനു വേണ്ടിയിട്ട് പാർട്ടി രക്തസാക്ഷി ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഇപ്പോൾ 20 കോടിയോളം ഉണ്ട്. ആ ഫണ്ടിൻ്റെ രക്ഷാധികാരിയും ചെയർമാനും പിണറായി വിജയനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ താലിബാനും മറ്റൊക്കെ ഉണ്ടല്ലോ, ഒരാളിനെ കൊന്നാൽ അയാളുടെ ഫാമിലിക്ക് എപ്പോഴും പൈസ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അൽഖയ്ദയുടെ ഒരാൾക്ക് ഇപ്പോഴും മലപ്പുറത്ത് പൈസ വരുന്നുണ്ട്, അയാളിപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല. അതേപോലെ ഈ കൊലപാതകം നടത്തിയതിന് പകരം നിന്ന് ജയിലിൽ പോയിട്ടുള്ള ആളുകളുടെ കുടുംബത്തിന് പാർട്ടിയുടെ ഈ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പണം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കൊലപാതക രാഷ്ട്രീയം ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരള ഘടകത്തിൽ ഒരു സ്വാഭാവിക സ്ഥിതിയായിട്ട് വന്നിരിക്കുകയാണ്. എതിരാളികളെ ഉന്മൂലനം ചെയ്യുക. ഒരു ഉദാഹരണം, ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് പയ്യന്നൂരിൽ സുധാകരൻ എന്ന് പറയുന്നതായ ഒരു പാർട്ടി പ്രവർത്തകൻ, അവിടുത്തെ ഒരു പഞ്ചായത്തിൽ T. ഗോവിന്ദൻ്റെ പഞ്ചായത്തിൽ പാർട്ടി തോറ്റത് ഇദ്ദേഹമാണ് കാരണമെന്ന് ഇവർ ധരിച്ചിട്ട് അദ്ദേഹത്തിനെ വെട്ടി കൊല്ലാക്കൊല ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫർണിച്ചർ ഷോപ്പ് പയ്യന്നൂരാണ് എല്ലാം നശിപ്പിച്ച് അദ്ദേഹം 2 മാസം മംഗലാപുരം ആസ്പത്രിയിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ചികിത്സക്ക് പണം കൊടുത്തയച്ചു. അദ്ദേഹം ഇന്ന് ചന്ദ്രശേഖരൻ്റെ മൃതശരീരം കാണാൻ നൊണ്ടി അവിടെ വന്നത് ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. അങ്ങനെ എത്രയോ സഹാക്കളെ ജീവച്ഛവങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഈ CPM. പക്ഷേ ഈ കൊലപാതകം നടന്ന ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പാർട്ടി ജില്ലാ നേതൃത്വവും അതുപോലെ പാർട്ടി സംസ്ഥാന നേതൃത്വവും പിണറായി വിജയൻ തന്നെ വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി അത് നിഷേധിച്ചു. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അബദ്ധം കാണിക്കില്ല, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ
അബദ്ധം കാണിച്ചത് അവരല്ല, അവർ നേരത്തെ പരിപാടി ഇട്ടതാണ്. അബദ്ധം കാണിച്ചത് കൊട്ടേഷൻ സംഘക്കാരാണ്. ഇത് ഉന്മൂലനം ചെയ്യുവാൻ 2 മാസം മുമ്പ് ചന്ദ്രശേഖരൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഭീകരമായ ഒരു സ്ഥിതിയുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കൂ, എന്നിട്ട് പ്രൊട്ടക്ഷൻ, ഞാനങ്ങനെ പ്രൊട്ടക്ഷൻ അവർക്ക് കൊല്ലണമെങ്കിൽ എപ്പോഴും കൊല്ലാമെന്നാണ്. അപ്പോൾ ഈ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തിയിട്ട് മാസങ്ങൾ കുറച്ചായി. കൊട്ടേഷൻ സംഘത്തിനെ ഏർപ്പെടുത്തിയ നേതാക്കന്മാർ പിന്നെ അത് ബ്രേക്ക് ഇടാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയില്ലല്ലോ, ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ അറിയില്ല. അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. അവർക്ക് കഞ്ചാവും ഇത് അടിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മനുഷ്യനെ ഇങ്ങനെ വിറക് കീറും പോലെ കൊത്തി മുറിക്കുമോ? കൊല ചെയ്യണമെങ്കിൽ എന്തെല്ലാം ഒരു റിവോൾവർ കൊണ്ട് ഒരൊറ്റ വെടി കൊണ്ട് കൊല്ലൂല്ലേ? ഇത് വെട്ടിപ്പൊളർന്ന് മനുഷ്യനെ മരം പോലെയല്ലേ മുറിച്ചിട്ടത്. ആ ബോഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കുമോ? അപ്പോൾ ഇതെല്ലാം തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഉപകരണമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ മുതലാളി വർഗത്തിൻ്റെ ദത്തുപുത്രന്മാർ കൈയടക്കിയിട്ടുള്ളതായ കേരളത്തിലെ CPM. ചന്ദ്രശേഖരനുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയായിരുന്നു? ചന്ദ്രശേഖരനെ എനിക്ക് നേരത്തെ തന്നെ അദ്ദേഹം DYFIയുടെ പ്രവർത്തകനായിരുന്ന കാലം മുതൽ അറിയും. ചടയൻ ഗോവിന്ദൻ്റെ ഹാർട്ട് ഓപ്പറേഷന് മദ്രാസിൽ പോയ സമയത്ത് ഇദ്ദേഹം കാണാൻ വന്നിരുന്നു. അന്നേരം എനിക്ക് ചന്ദ്രശേഖരനെ അറിയും. അതിനുശേഷം എൻ്റെ രാഷ്ട്രീയ നിലപാട് CPMനെ വിമർശിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ ചന്ദ്രശേഖരൻ എന്നെ കാണാൻ വന്നിരുന്നു. അങ്ങനെ ചന്ദ്രശേഖരൻ രൂപീകരിച്ചിട്ടുള്ള റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞാൻ പിന്നെ എൻ്റെ ഭാവുകങ്ങളൊക്കെ കൊടുത്തിരുന്നു. ചന്ദ്രശേഖരൻ്റെ പാർലമെന്ററി സ്ഥാനാർത്ഥിയായിട്ടുള്ള വടകരയിലെ ഇലക്ഷൻ ക്യാമ്പയിൻ കൺവെൻഷൻ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഷൊർണൂരിലെ MR മുരളിയുടെ കൺവെൻഷൻ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഞങ്ങൾ ഒരേ നിലയിൽ ഒരേ വേവ് ലെങ്തിൽ ഉള്ളവരാണ്. അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. പലപ്പോഴും അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ ഞാൻ ചില എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വഴിക്ക് പോയാൽ ശരിയാവില്ല, മറ്റൊരു വഴിക്ക് പോകണം. എങ്കിലും അദ്ദേഹം ഒരു കറകളഞ്ഞ വിപ്ലവകാരിയും ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുമായിരുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ കൊലപ്പെടുത്തിയതിനെ സംബന്ധിച്ച് അത് ഈ കമ്മ്യൂണിസ്റ്റ് CPMന് തീരാക്കളങ്കമായിട്ട് തീരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രകാശ് കാരാട്ടിനോട് ഞാൻ ഇതാ ഈ ഇൻ്റർവ്യൂ വഴിക്ക് പറയുന്നത്, നിങ്ങൾ ഈ കൊലയാളി രാഷ്ട്രീയം ബാൻ ചെയ്യൂ, നിരോധിക്കൂ. ഇവിടുത്തെ കേരള പാർട്ടിക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല, നിരോധിക്കൂ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടൂ. എന്നിട്ട് ഇവിടെ അഡ്വോക്ക് സെക്രട്ടറിയെ വെക്കൂ. അത് ഇത് പലതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ കാൽവെപ്പ് നടത്തിയാൽ മാത്രമേ കണ്ണൂരിൽ CPMന്റെ മുഖം രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഏറ്റവും അവസാനം ചന്ദ്രശേഖരനെ കണ്ടത് എപ്പോഴാണ്? അവസാനം 2 മാസം മുമ്പ്. ഇദ്ദേഹം ഇത്തരത്തിലുള്ള ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞിരുന്നു, ഭീഷണികളെ നേരിടുന്ന സമയത്താണ് കണ്ടത്. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, മുമ്പ് CPM ഭരിക്കുന്ന കാലത്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന്. പക്ഷെ അന്ന് അയാൾ പറഞ്ഞത് അതിൻ്റെ ഒന്നൊരു ആവശ്യമില്ല, അദ്ദേഹത്തിന് ഒരു ത്രെട്ടും ഇല്ല എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ത്രെട്ട് ഉണ്ടായിട്ടും ത്രെട്ടില്ല എന്നിവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു ആളുകളെ. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കൊല്ലണമെങ്കിൽ എന്നെ എപ്പോഴും കൊല്ലാം, വീട്ടിൽ വന്ന് കൊല്ലാം. രാത്രി ചെറിയൊരു വീട്ടിലല്ലേ താമസിക്കുന്നത്, ഒരു ഉന്തിയാൽ വീടിൻ്റെ ഇത് പോവും, കതക് വീഴും. അപ്പോൾ വേണമെങ്കിൽ എപ്പോഴും ചെയ്യാം. ഞാനിത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റി എൻ്റെ ചരിത്രപരമായും ധാർമ്മികമായുമുള്ള എൻ്റെ ഉത്തരവാദിത്തം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ്. 1938 കൃഷ്ണപിള്ള എൻ്റെ ഈ വീട്ടിൽ വന്നത് മുതൽക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമുള്ള ആളാണ്. എൻ്റെ വിദ്യാർത്ഥി അന്ന് എനിക്ക് 12-13 വയസ്സേ ഉള്ളൂ. 1938 ഡിസംബർ 28-ാം തീയതി കല്യാശ്ശേരിയിലെ ബാലസംഘം രൂപീകരിച്ചത് ഞാൻ നായനാറും കൂടിയാണ്. ബെർലിന്റെ പേരില്ല, കണ്ണൂരിന്റെ ചരിത്ര ബുക്കിൽ പറയുന്നുണ്ട്. നായനാർ പ്രസിഡന്റും കുഞ്ഞനന്ദൻ നായർ സെക്രട്ടറിയുമായിട്ട് രൂപീകരിച്ചു എന്ന് അതിൽ പറയുന്നുണ്ട്. പക്ഷേ പാർട്ടി കോൺഗ്രസ്സിൽ
ഞാൻ പങ്കെടുത്തിട്ടുള്ള രേഖകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് അല്ലേ? ഒന്നാം പാർട്ടി കോൺഗ്രസ് 1943 മെയ് മാസം അവസാനം. പക്ഷെ അവിടെയും ചരിത്രത്തിന്റെ സംസ്കരണമാണ് നടക്കുന്നത് അല്ലേ? താങ്കളുടെ പേര് അത് ക്രുഷ്ചേവ് മോഡലാണ്. ക്രുഷ്ചേവ് CPSUവിൻ്റെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തിരുത്തി എഴുതിയപ്പോൾ മോളോട്ടോവിൻ്റെ പേരില്ല, വൊറോഷിലോവിൻ്റെ ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത 3-4 നേതാക്കന്മാരുടെ പേരില്ല. അതുപോലെ ഒന്നാം പാർട്ടി കോൺഗ്രസിൽ ജീവിച്ചിരിക്കുന്ന എൻ്റെ പേര് വെട്ടിക്കളഞ്ഞു. ഞാൻ മാത്രമേ ഇപ്പോൾ, അന്ന് എനിക്ക് 16 വയസ്സാണ്, അന്ന് ബാക്കിയുള്ളവരൊക്കെ എന്നെക്കാളും പ്രായമുള്ളവരാണ്. അതുകൊണ്ടാണ് PC ജോഷിയുടെ ലേഖനത്തിൽ പറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞ മലബാറിലെ ദ ബ്രൈറ്റ് ബോയ് ഓഫ് ബാലസംഘം ബോയ് ഓഫ് മലബാർ കുഞ്ഞനന്ദൻ തുടങ്ങി ഏറ്റവും പ്രായം കൂടിയ ബാബാ സോഹൻ സിംഗ് ബാഖ്ന വരെയുള്ള പ്രതിനിധികളാണ് ഇവിടെ വരുന്നതെന്ന് PC ജോഷി പീപ്പിൾസ് വാറിൽ എഴുതിയ ലേഖനത്തിൽ, അതൊക്കെ പാർട്ടി രേഖകളുടെ ഭാഗമാണ്.